ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ഒരു ഹോം റെമഡിയാണ് ചെയ്യുന്നത്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമംഗല്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് നമ്മുടെ ഈ കവിളിൻ്റെ രണ്ട് സൈഡിലായിട്ട് മൂക്കിൻ്റെ അവിടെ നെറ്റിയുടെ അവിടെയൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഈ ചെറിയ ചെറിയ കുത്തുകളും പാച്ചസും പിന്നെ ബ്രൗൺ സ്പോട്ടും ഡാർക്ക് സ്പോട്ടൊക്കെ വരുന്നതിനാണ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ നമ്മൾ പറയുന്നത്. മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാകുന്ന ഭാഗങ്ങളിലാട്ടോ ഇതുപോലത്തെ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ വരുന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഹോം റെമഡി ഈ മെലാനിൻ പ്രൊഡക്ഷനെ, നമ്മുടെ സ്കിന്നിലെ മെലാനിൻ പ്രൊഡക്ഷനെ കുറച്ചിട്ട് ന്യൂ സെൽസ് ഗ്രോത്ത് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് ജ്യൂസ് വേണം, പിന്നെ ഇരട്ടി മധുരമാണ് വേണ്ടത്. ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാട്ടോ വേണ്ടത്. അപ്പോൾ ഇത് അങ്ങാടി മരുന്ന് കടയിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനെ പൊടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ചതച്ചിട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ച് അരിച്ചൊക്കെ എടുക്കണം അതിൻ്റെ പൊടി. അത് നമുക്കതിൻ്റെ പൗഡർ ഈസി ആയിട്ട് കടകളിലൊക്കെ കിട്ടും കേട്ടോ. അത് ആയുർവേദ കടയിൽ, അങ്ങാടി മരുന്ന് കടയിലൊക്കെ കിട്ടും. അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഈ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തൈരാണ് എടുക്കുന്നത്. തൈരും പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചതും, അതായത് പൗഡേർഡ് ഷുഗറും കുറച്ച് ലെമൺ ജ്യൂസുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടല്ല കേട്ടോ തേക്കുന്നത്. ആദ്യം നമ്മൾ തൈര് മാത്രമാണ് തേക്കേണ്ടത്. തൈര് മാത്രം മുഖത്തൊക്കെ തേച്ച് ഒരു 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണ് വേണ്ടത്. അപ്പോൾ നോർമലി നമ്മൾ ഈ പിഗ്മെൻറ്റഡ് ഒക്കെ ആയിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ നോർമലി സജസ്റ്റ് ചെയ്യുന്നത് കെമിക്കൽ പീൽ അല്ലെങ്കിൽ ഈ ലേസർ ആയിരിക്കും. അപ്പോൾ ഈ പിഗ്മെൻറ്റേഷന് ബെസ്റ്റ് ആയിട്ടുള്ള കെമിക്കൽ പീൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് പീലാണ്. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് പീൽ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ തൈരിനകത്ത് ഒരുപാട് ലാക്റ്റിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ കെമിക്കലി എക്സ്ഫോലിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെൻറ്റഡ് സെൽസ് കുറച്ചായിട്ട് പോയിട്ട് നമ്മുടെ സ്കിൻ എക്സ്ഫോലിയേറ്റ് ആയിട്ട് പുതിയ സെൽസ് പുറത്തേക്ക് വരും. അപ്പോൾ തൈര് ഒരു 15 മിനിറ്റ് നമ്മുടെ മുഖത്ത് വെച്ച ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാരയ്ക്കകത്ത് കുറച്ച് ലെമൺ പിഴിഞ്ഞ് വെച്ചിട്ട് ആ ലെമൺ തന്നെ പഞ്ചസാരയിൽ കുറച്ച് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഒരു 2 to 3 മിനിറ്റ്സ് നമ്മൾ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഷുഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൽഫോ ഹൈഡ്രോക്സി ആസിഡ് നമ്മുടെ സ്കിന്നിനെ കെമിക്കലി എക്സ്ഫോലിയേറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും പിന്നെ സ്മൂത്ത് ചെയ്യാനും ഈ പിഗ്മെൻറ്റേഷന് ലൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലെമണിനകത്തിരിക്കുന്ന സിട്രിക് ആസിഡ് നമ്മുടെ പിഗ്മെൻറ്റേഷനെ ലൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാനും പിന്നെ എന്തെങ്കിലും പിമ്പിൾസിൻ്റെ മാർക്കോ വേറെ എന്തെങ്കിലും ഡിസ്കളറേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ലൈറ്റൻ ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും പാച്ചസും ഈ ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ വരാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഏത് ഏരിയയിലാണോ ഈ മെലാനിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്താണ് ഈ പാച്ചസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. അതുമല്ലാതെ ജനറ്റിക്കായിട്ട് നമുക്ക് കിട്ടാം. നമ്മുടെ പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ചിലപ്പോൾ വരാം. പിന്നെ അതുമല്ലാതെ ഹാർമോണൽ ഇംബാലൻസ് കൊണ്ടും ഇത് വരാം. ചില ലേഡീസിനൊക്കെ ആണെങ്കിൽ ഡെലിവറിക്ക് ശേഷമൊക്കെ ഉള്ള ഹാർമോണൽ ഇംബാലൻസ് കൊണ്ട് ഇത് വരും. പിന്നെ അതുമല്ലാതെ ഒരുപാട് വെയിൽ കൊള്ളുന്നവർക്ക് ഇത് വരാം. അപ്പോൾ എല്ലാവർക്കും വെയിൽ കൊള്ളുന്നവർക്ക് വരണമെന്നൊന്നുമില്ല. ചില സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കും ഇതുണ്ടാവുന്നത്. ഒരു 2 to 3 മിനിറ്റ്സ് നമ്മൾ നല്ലോണം സ്ക്രബ് ചെയ്തതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് തുടയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മുഖത്തിടേണ്ട പാക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പകുതി ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയാട്ടോ, ഇന്നലെ പാക്ക് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ചെറുതായിട്ട് ചെറിയൊരു ഗ്രേറ്ററിനകത്ത് വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ജ്യൂസ് നല്ലോണം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്രേറ്റർ നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് ഒരു പകുതി ഇട്ടിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താലും മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാണ്ട് തന്നെ സ്ക്വീസ് ചെയ്യുമ്പം കുറച്ച് ജ്യൂസ് വരും. അപ്പോൾ ഒരു 1-2 സ്പൂൺ മതിയാവും നമുക്ക്. ആ ജ്യൂസിനകത്തേക്ക് നമ്മൾ ഒരു ആവശ്യത്തിനനുസരിച്ച് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മുഖത്ത് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു പരിധി വരെ പിഗ്മെൻറ്റേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു ടീനേജ് മുതലെങ്കിലും ഈ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. അപ്പോൾ എൻ്റെ ടീനേജിലൊന്നും ഞാനിതൊന്നും ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വന്നു കഴിഞ്ഞിട്ടാണേലും അതിനെ ഇനിയും കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരു 10 to 5 ബിറ്റ്വീൻ നമ്മൾ പുറത്തിറങ്ങുവാണെങ്കിൽ വെയിലത്ത് പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് ജ്യൂസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇരട്ടി മധുരത്തിൻ്റെ പൊടി നമുക്ക് ആമസോണിൽ അവൈലബിൾ ആട്ടോ. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം.
പിന്നെ അതുമല്ലാതെ ഇരട്ടിമധുരത്തിനെ പോലെ തന്നെ എഫക്റ്റീവാണ് ഈ ഉരുളക്കിഴങ്ങ് ജ്യൂസിൻ്റെ കൂടെ നമ്മൾ ചന്ദനത്തിൻ്റെ പൊടിയിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതും. അതായത് സാൻഡൽവുഡ് പൗഡർ പ്യുവർ ആയിരിക്കണം കേട്ടോ. ആയുർവേദ കടകളിലൊക്കെ അതും കിട്ടുന്നില്ല, പ്യുവർ ആയിട്ടുള്ളത് കിട്ടും. വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഈ പാക്ക് നമ്മുടെ മുഖത്ത് തേച്ചിട്ട് 20 മിനിറ്റിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാൻ ഞാൻ ഉരുളക്കിഴങ്ങ് ജ്യൂസ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം അതിനകത്തുള്ള കാറ്റഗറൈസുന്ന ബ്ലീച്ചിങ് എൻസൈം നമ്മുടെ സ്കിന്നിലെ മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുവഴി നമ്മുടെ പിഗ്മെൻറ്റേഷൻസും ഈ സൺസ്പോട്സും പാച്ചസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവും. പക്ഷേ ഇത് വീണ്ടും നമ്മുടെ മുഖത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. 10 to 5 നമ്മൾ പുറത്തിറങ്ങുവാണെങ്കിൽ അല്ല വെയിലത്ത് പോവുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പോൾ എൻ്റെ മുഖത്ത് ചെറിയ ചെറിയ സ്പോട്സും ഇതൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇതാണ് സൺകോട്ട് ജെല്ല്, 100 ഗ്രാംസിൻ്റെ ആണ്, 425 rupees. അപ്പം ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്തായാലും ഒരു സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം. 20 minutes കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്കിനി നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യാം. ഞാൻ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹോം മെയ്ഡ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അതല്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ അടുത്ത് ഏത് മോയ്സ്ചറൈസറാണുള്ളത് അത് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പക്ഷേ നമ്മൾ ഫേസിൽ എന്ത് സ്ക്രബോ പാക്ക് എന്ത് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നത് മസ്റ്റായിരിക്കണം. അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.